നമസ്കാരം. ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡിയേഗോ ജോട്ട എന്നാ പറയുക, വളരെ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഇന്നലെ ഡിവാസ്റ്റേറ്റഡ് ആയിപ്പോയി. ഇന്നലെ ഒരു ന്യൂസ് വന്നതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാനായിട്ടോ വൈകിട്ട് ലൈവിന് വരാനായിട്ടോ ഒന്നും ഒരു മൂഡില്ലായിരുന്നു. ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാനോ ഒരു മൂഡില്ലായിരുന്നു. ഇന്നലെ വേറൊരു വീഡിയോ ചെയ്യണമെന്ന് ഓർത്താണ്, വൈകിട്ട് ലൈവിന് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് ഓർത്താണ്. പക്ഷെ ന്യൂസ് വന്നതിന് ശേഷം പിന്നെ ഒന്നും ചെയ്യാനായിട്ടൊരു മൂഡില്ലായിരുന്നു, അതൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇന്നലത്തെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും റെസ്പോൺസുകളും മറ്റുമൊക്കെ കണ്ടതാണല്ലോ അല്ലേ. എല്ലാവരും ഈക്വലി, ഈവൻ ഒപ്പോണൻസും അങ്ങനെ ഒന്നുമില്ല, എല്ലാവരും ഒരുമിക്കുന്നു, എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ് പറയുന്നു. സോ ജോട്ടയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴേക്കും എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല സത്യം. നമുക്കും ഇപ്പം എന്നും എല്ലാ വീക്ക് ആഫ്റ്റർ വീക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയർ, ഈവൻ ഇപ്പം റിപ്പോർട്ടേഴ്സ് ആണെങ്കിലും ടീംമേറ്റ്സ് ആണെങ്കിലും ഒപ്പോണൻസിൻ്റെ എല്ലാ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ലിവർപൂൾ സ്ക്വാഡിലെ ഏറ്റവും നൈസസ്റ്റ് പ്ലെയർ, ലിവർപൂൾ അല്ല വേൾഡ് ഫുട്ബോളിൽ തന്നെ വന്ന നൈസസ്റ്റ് പ്ലെയർ, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലെയർ എന്നാണ് എല്ലാ ജേർണലിസ്റ്റുകളും പറയുന്നത്. സോ ഇന്നത്തെ കാർ ആക്സിഡൻറ്റിൽ ഡിയേഗോ ജോട്ട കൂടെ അദ്ദേഹത്തിൻ്റെ ബ്രദറായ ആൻഡ്രേ സിൽവ, പുള്ളി പസഫിയൽ എന്ന് പറയുന്ന ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്ന പ്ലെയർ ആയിരുന്നു. പുള്ളിക്ക് 25 വയസ്സായിരുന്നു. ഇവർ രണ്ടുപേരുമാണ് ആ കാർ ആക്സിഡൻറ്റിൽ മരിച്ചത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടുപേർക്കും റെസ്റ്റ് ഇൻ പീസ്, അതായത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ലൈഫിൽ ഇതൊക്കെയുള്ള ഒരു ഇതാണല്ലോ അല്ലേ. നമ്മൾ തന്നെ ഇപ്പോൾ ഡിയേഗോ ജോട്ടയെ കുറിച്ച് പറയുമ്പം ഈവൻ നമ്മൾ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുമ്പോഴാണ്, വാച്ച് ലോങ് ഒക്കെ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ ലിവർപൂളിന് ഒരു ഗോൾ വേണം, എല്ലാ ഫാൻസും ബ്രിങ് ഓൺ ജോട്ട. ഇപ്പോൾ ജോട്ട പിച്ചിലില്ലെങ്കിൽ ജോട്ടനെ ഇറക്ക്, ഇപ്പോൾ ഗോൾ വരും, ജോട്ടനെ ഇറക്ക്. ആ പിച്ചിൽ ഏറ്റവും ചെറിയ മനുഷ്യനായിരിക്കും, പക്ഷേ ഹെഡർ ഗോൾസ് സ്കോർ ചെയ്തിരിക്കും. ലാസ്റ്റ് മൊമെന്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കയറിയുള്ള ആ ഗോൾ സ്കോറിങ് മൊമെന്റ്സ് അല്ലേ. അർനെ സ്ലോട്ടിന്റെ ഇറയിലെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തത് പുള്ളിയാണ്. അതുപോലെ തന്നെ അവസാന ഗോൾ പുള്ളി സ്കോർ ചെയ്തത് എവർട്ടൺ അഗെയിൻസ്റ്റുള്ള ക്രൂഷ്യൽ ഗോളാണ് ലിവർപൂളിന് വേണ്ടി. പിന്നെ നമ്പർ 20 20ാമത്തെ ടൈറ്റിൽ പുള്ളി 2020 ക്ലബ്ബിൽ ജോയിൻ ചെയ്യുന്നു. ആൻഡ് 20ാം ജേഴ്സി ലിവർപൂൾ റിട്ടയർ ചെയ്തിരിക്കുകയാണ്. റൈറ്റ് ഡിസിഷൻ. ഇനി ഇഷ്ടംപോലെ ഡിസിഷൻ എടുക്കാണ്, അതിൽ വൺ ഓഫ് ദ റൈറ്റ് ഡിസിഷൻ. നമ്പർ 20 ഈസ്പോർ ഡിയേഗോ ജോട്ട റിട്ടയർ ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണുകയാണ് പുള്ളി അത്രയ്ക്ക് എന്തുമാത്രം ക്രൂഷ്യലാണ്. ടീംമേറ്റ്സ് ഒക്കെ റോബർട്ട്സന്റെ ഒക്കെ ആ ഒരു ഇത് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ. സോ റോബർട്ട്സൺ എല്ലാ ടീംമേറ്റ്സും ഒപ്പോണൻസും എല്ലാ ക്ലബ്ബുകളും എവരിബഡി എല്ലാവർക്കും നല്ല കാര്യങ്ങളെ പുള്ളിയെ കുറിച്ച് പറയാനുള്ളൂ. സോ ഒന്നും പറയാനില്ല. പുള്ളി ചെറിയൊരു പോർട്ടോയിൽ നിന്ന്, ബോയ്ഹുഡ് ക്ലബ്ബിൽ നിന്ന് പോർട്ടോ, അവിടുന്ന് വൂൾസ്, അവിടുന്ന് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ലിവർപൂള് 66ഓളം അസിസ്റ്റ്, 136ഓളം ഗോളുകൾ കരിയറിൽ. സോ ഒരു 28ാം വയസ്സിൽ കൂടുതൽ ചെയ്യാനുണ്ടായിരുന്നു. പുള്ളി ഇനിയും കൂടുതൽ കിട്ടാനുണ്ടായിരുന്നു. മേ ബി ഈ സമ്മറിൽ പുള്ളി ചിലപ്പോൾ നീങ്ങും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ലാസ്റ്റ് വീക്കാണ് പുള്ളിയുടെ മാരേജും കഴിഞ്ഞത്. അതും എറ്റാനതർ ഇത്. കാരണം പുള്ളിയുടെ ചൈൽഡ്ഹുഡ് എന്നുള്ളത്, അതായത് പുള്ളിയുടെ യൂത്ത് ലെവൽ തൊട്ടേ ഉള്ള പുള്ളി സ്നേഹിക്കുന്ന, ഹൈസ്കൂൾ തൊട്ടേ സ്നേഹിക്കുന്ന ഒരു പെൺകൊച്ച്, കൂടെ എപ്പോഴും നിന്ന ആ പെൺകൊച്ച് കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. സോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സാധാരണ ഫുട്ബോളേഴ്സൊക്കെ കാണാറുള്ളതാണ്, ഗ്രോ ചെയ്യുന്തോറും ഫൈനാൻഷ്യലി സ്ട്രോങ് ആവുന്നതോറും അവരുടെ കൂടെ മോശം സമയങ്ങളിൽ നിന്നവരെ ഒഴിവാക്കിയിട്ട് പുതിയ ഹൈ വാല്യൂ മോഡൽസിൻ്റെ ഒക്കെ കുറവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബട്ട് ജോട്ട ആളോടൊപ്പം ആളുടെ ഡിഫിക്കൽട്ട് ടൈമിൽ നിന്ന ആ കൊച്ചിനെ തന്നെ, അവർക്ക് 3 മക്കളുമുണ്ട്. ലാസ്റ്റ് വീക്ക് മാരേജും കഴിഞ്ഞു. സോ പുള്ളിയുടെ ലാസ്റ്റ് പോസ്റ്റുകളിൽ ഒന്നതായിരുന്നു ഈ വാസ് ലക്കി എന്നുള്ള രീതിയിലാണ് ആളിട്ട് അവളെ കിട്ടുന്ന കാര്യത്തിൽ. സോ ഇറ്റ്സ് ഫീൽ സോ വിയർഡ്. സോ ഇന്നലെ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ പുള്ളിക്ക് ലങ്സിനൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഡോക്ടേഴ്സ് ഫ്ലൈറ്റ് ചെയ്യേണ്ട, കാർ ത്രൂ അല്ലെ ഫെറി റൈഡ് ത്രൂ പോകാനായിട്ട് റൂൾ ബ്രാഞ്ച്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ലങ്സിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഫ്ലൈറ്റ് ടേക്ക് ചെയ്യുന്ന അഡ്വൈസ് ഡോക്ടേഴ്സിനെ ചെയ്യുന്നുണ്ട്. ഈയിടെ റീസെൻ്റ്ലി എന്തോ ഒരു ഓപ്പറേഷൻ ലങ്സിൻ്റെ എന്തോ കഴിഞ്ഞായിരുന്നു തോന്നുന്നു. സോ ഫ്ലൈറ്റ് എടുക്കണമെന്നുള്ള അഡ്വൈസ് ഉണ്ടായിരുന്നു. സോ പുള്ളി നോർത്ത് വെസ്റ്റ് ബോർഡറാണ് സ്പെയിനും പോർച്ചുഗലിനും ഇടയിലാണ്. സോ പുള്ളി ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നോർത്ത് വെസ്റ്റ് ബോർഡറിലോട്ട് പുള്ളിയും പുള്ളിയുടെ ബ്രദറും കൂടെ അവരുടെ ലംബോർഗിനി കാറിൽ പോവുകയും അവിടുന്ന് ഒരു ഫെറി റൈഡ് എടുത്തുകൊണ്ട് നേരെ ഇംഗ്ലണ്ടിൽ ചെന്നിറങ്ങുകയും അവിടുന്ന് ഒരു കാർ എടുത്ത് ലിവർപൂളിലോട്ട് ചെല്ലാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. എവറിത്തിങ് വാസ് ഫിക്സ്. സോ ആ പുള്ളിയും പുള്ളിയുടെ ബ്രദറും കൂടെ ലംബോയിൽ പോകുന്നു. സോ അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഫെറി റൈഡ് സ്പോട്ടിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ്, നോർത്ത് വെസ്റ്റ് ഭാഗത്തോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ്, ആ ഒരു ബോർഡറിലോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. സോ
ഇറ്റ് ഫീൽസ് റിയലി ബാഡ്, റിയലി ബാഡ്. കൂടുതലൊന്നും പറയുന്നില്ല, കൂടുതൽ പറയാനായിട്ടുള്ള രീതിയിലായിരുന്നു. സോ നമുക്കിനി മൂവ് ഓൺ ചെയ്യണം. ലിവർപൂൾ പ്ലേയേഴ്സ്, ഫാമിലി, എവരി ഷുഡ് മൂവ് ഓൺ. ബട്ട് ആസ് ലോങ് ആസ് ഫുട്ബോൾ ഈസ് ദർ, ഡിയോഗോ ജോട്ട വിൽ ബി റിമെമ്പേർഡ് വിത്തൗട്ട് എ ഡൗട്ട്. മറക്കത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. കാരണം നമ്മൾ വീക്ക് ആഫ്റ്റർ വീക്ക് കണ്ടുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്, ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ പ്ലെയറാണ്. പലർക്കും പല ഒപ്പീനിയൻ കാണും പുള്ളിയുടെ പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ച്, ഇഞ്ചറി ആവുന്നതിനെ കുറിച്ച്, പുള്ളിയുടെ സിറ്റർ മിസ്സുകളെ കുറിച്ച്, പുള്ളി മിസ്സാക്കിയ ചാൻസുകളെ കുറിച്ചും മറ്റുമൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കും പലരും, ഫാൻസും ഒപ്പോണൻസും. ഈവൻ നമ്മളാണ് ചില മാച്ച് ആൾ മോശമായിട്ട് കളിക്കുമ്പോൾ എല്ലാവരും പറയും. പക്ഷേ അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു ഹി ഈസ് എ ടോപ്പ് പ്ലെയർ. ആൻഡ് ലിവർപൂളിന് ലാസ്റ്റ് 4 ഇയേഴ്സ് ക്രൂഷ്യലായിട്ടുള്ള 5 ഇയേഴ്സ് ക്രൂഷ്യലായിട്ടുള്ള പല മൊമെന്റ്സും കൊടുത്തിട്ടുള്ള പ്ലെയർ. വൺ ഓഫ് ദ ബെസ്റ്റ് സൈനിങ്സ് അണ്ടർ യോർഗൻ ക്ലോപ്പ് വിത്തൗട്ട് എ ഡൗട്ട്. സോ അവിടെ നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ്. കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് പറഞ്ഞ് സ്പീഡ് ഇടാന്ന് ഓർക്കുന്നു. ബാർസലോണ റിലേറ്റഡ് ഇന്നലെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞാണല്ലോ. നിക്കോ വില്യംസിന്റെ കാര്യത്തിൽ തൽക്കാലം ഓൺ ഹോൾഡാണ്. സംഭവം സത്യമാണ്. ഈ ജെറാർഡ് റൊമേറോനുള്ള മട്ടല് വെട്ടിത്തല്ലണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇങ്ങേരു ലോക ഉടായിപ്പാന്ന് അറിയായിരുന്നു, ഇങ്ങനെ ഈ ബോർഡിനെ സൂചിപ്പിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് അറിയായിരുന്നു. പക്ഷെ അങ്ങേറെ റീസെന്റ് ആയിട്ടുള്ള ഇപ്പം അന്ന് ജിജാൻഡസ് വേഴ്സസ് മുണ്ടോ ഡെപ്പട്ടി ഒരു സിറ്റുവേഷനിൽ പുള്ളി തറപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു എവറിത്തിങ് ഈ സോർട്ടഡ്, ഇത് ചുമ്മാ ഉള്ള കളിയാണ്, മീഡിയാസിൽ അടിച്ചു വിടുന്നതാണ്, മറ്റേതാണ് മറിച്ചാണ്. പക്ഷേ പുള്ളി തന്നെ ഇന്നലെ വന്ന് പറഞ്ഞു സംഭവം ശരിയാണ്, എനിക്കാണെങ്കിൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ, ഉള്ളതുപോലെ ഞാനുള്ള കാര്യമുള്ളവർ അപ്ഡേറ്റ് ചെയ്യണം, കാര്യങ്ങൾ ഓൺ ഹോൾഡാണ്. നിക്കോ വില്യംസ് ടു ബാർസലോണ റൈറ്റ് നൗ ഓൺ ഹോൾഡാണെന്ന് പുള്ളി തന്നെ പറഞ്ഞു. സോ സംഭവം നമുക്ക് അപ്പോൾ ഉറപ്പിക്കാൻ മറ്റു മീഡിയാസ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന മാർക്കയും സ്പോട്ടും മുണ്ടോട്ടിപ്പെട്ടി കോൺസ്റ്റന്റ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ. അത് ഹോൾഡിലാണ് പുള്ളിയുടെ ഏജന്റ് കളിക്കുന്നുണ്ട്. സോ ഇപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഡാനി ഓൾമോയ്ക്കൊക്കെ കൊടുത്ത പോലത്തെ ഒരു ഗ്യാരണ്ടി വേണം. അതായത് പുള്ളിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിൽ പുള്ളിക്ക് ഫ്രീ ഏജന്റായിട്ട് പുള്ളിയുടെ ക്ലയന്റ് നിക്കോ വില്യംസിന് ക്ലബ്ബ് വിടാൻ സാധിക്കണം. അതായത് ലലീഗയുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ. സോ ബാർസലോണ ഇപ്പോൾ ഒഫീഷ്യലി 1:1 ആയിട്ടില്ല. ഈവൻ ദോ വെർബലി ഇന്റേണലി ഡിസ്കഷൻസ് നടത്തി ടെബാസ് ഗ്യാരണ്ടീസ് കൊടുത്തെന്ന് പറഞ്ഞാലും കുറച്ച് ലീഗൽ ഡോക്യുമെന്റ്സ് കൂടെ സോർട്ട് ഔട്ട് ചെയ്യാനുണ്ട്. എന്നാലേ ലലീഗയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ കിട്ടത്തുള്ളൂ 1:1 പറഞ്ഞു. സോ അതിനുവേണ്ടി ബാർസലോണ ഇപ്പം കളിച്ചോണ്ടിരിക്കുക. സോ അതിനിടയ്ക്ക് ജോൺ ഗാർഷ്യ മറ്റ് രജിസ്ട്രേഷൻ ഒന്നും നടന്നിട്ടില്ല. സോ നിക്കോ വില്യംസിന് റിലീസ് ക്ലോസ് പേ ചെയ്യുന്നതിന് വലിയ തലവേദന ഇല്ലെന്ന് കേൾക്കുന്നു. പക്ഷേ പുള്ളിയുടെ ഏജന്റ്, ഞാൻ ഈ പറഞ്ഞില്ല, പുള്ളിയുടെ ഏജന്റ് ലാസ്റ്റ് മൊമെന്റ് ഒരു കളി കളിക്കുകയാണ്. റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നിക്കോ വില്യംസിന്റെ ഏജന്റും അതുപോലെ പുള്ളിയുടെ ഫാമിലിയും ഒക്കെ ആയിട്ട് ഒരു ഡിസ്കഷൻ പ്ലാൻ ചെയ്തു എന്നാണ് കേൾക്കുന്നത്, ഫൈനൽ ഡിസിഷൻ എടുക്കാനായിട്ട്. ബാർസലോണ പുള്ളിക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്, പുള്ളി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന സാലറി പുള്ളിക്ക് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഓഫർ ചെയ്തതിനേക്കാളും ചെറിയ സാലറിയാണ്. സോ പുള്ളിയുടെ ഏജന്റ്, ഇപ്പൊ ഏജന്റുമാർക്ക് പ്ലെയർ നന്നായി കാണണം എന്നുള്ള ഒരു പ്ലെയർ കൂടുതൽ ഉണ്ടാക്കി കാണുമെന്ന് തന്നെയാണ് ആഗ്രഹം. സോ പുള്ളിക്ക് ബയൺ മ്യൂണിക്കോ ചെൽസിയോ ആർസണലോ ലിവർപൂൾ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, മറ്റ് ക്ലബ്ബുകളിൽ നിന്നെല്ലാം ബാർസലോണയെക്കാളും നല്ല ഓഫേഴ്സ് ഉണ്ട്, 100% നല്ല ഓഫേഴ്സ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പുള്ളിയുടെ ഏജന്റിന് ബാർസലോണയിൽ തന്റെ ക്ലയന്റ് സൈൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് മറ്റ് ക്ലബ്ബിൽ സൈൻ ചെയ്യുന്നതാണ്. ഒന്ന് പുള്ളിയുടെ സാലറി കൂടുതലായിരിക്കും. സോ അപ്പം പുള്ളിക്ക് കിട്ടുന്ന കമ്മീഷനോ അതോ പുള്ളിക്ക് മാസം കിട്ടുന്ന ഇതും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മേ ബി സൈനിങ് ഓൺ ബോണസുകൾ മറ്റ് ക്ലബ്ബുകൾ ഓഫർ ചെയ്തേക്കാം, ബാർസലോണ ഓഫർ ചെയ്യുന്നില്ല. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഇത്രയും കണ്ണിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏജന്റ് കൂടെ ഉള്ളപ്പോൾ പുള്ളിക്കാണെങ്കിൽ ഓക്കെ സീസണിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഫ്രീ ഏജന്റായിട്ട് നിനക്ക് ലീവ് ചെയ്യാം എന്നുള്ളൊരു ലെറ്റർ ബാർസലോണ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഏജൻറ്റ്സ് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ളൂ. പുള്ളിയുടെ ഇപ്പം ഡാനി ഓൾമോ സിറ്റുവേഷൻ അല്ലേ ഇത്. ഡാനി ഓൾമോ സിറ്റുവേഷനിൽ ഓൾമോയ്ക്ക് ബാർസ തന്നെ കളിച്ചാൽ മതി. പുള്ളിയുടെ ഏജന്റ് എന്തൊക്കെ പറഞ്ഞാലും ശരി ബാർസയെ കളിച്ചാൽ മതി. പിന്നെ ഇത്രയും കോമ്പറ്റീഷനും ഇല്ല. നിക്കോ വില്യംസിനുള്ള ഒരു കോമ്പറ്റീഷൻ ഡാനി ഓൾമോയ്ക്ക് ഇല്ല. സോ ഇവൻ നിക്കോ വില്യംസിനെ നമ്മൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ആ ഒരു ഡേറ്റിൽ സാധിച്ചില്ലെന്ന് ഓർത്തു. ഇവൻ്റെ ഏജന്റ് അപ്പം തന്നെ കാലം പറഞ്ഞു നമ്മുടെ ബാർസയുടെ 60 മില്യനും പോവും. മേ ബി ബയൺ മ്യൂണിക്ക് വന്ന് ഫ്രീ ഏജന്റായിട്ട് സൈൻ ചെയ്യുകയും ചെയ്യും. ഈ ഫ്രീ ഏജന്റായിട്ട് വരുന്നതിനാൽ തന്നെ മേ ബി നിക്കോയ്ക്കും ഏജന്റിനും 20 or 30 മില്യൺ വല്ല അവർക്ക് 20 മില്യൺ വല്ല ചിലപ്പോൾ അവർക്ക് സൈനിങ് ഓൺ ബോണസ് കൊടുക്കും. ഫ്രീ ഏജന്റായിട്ടും വരുമല്ലോ, കൂടുതൽ സാലറിയും കിട്ടും, മേ ബി ഒരു 20 മില്യൺ സൈനിങ് ഓൺ ബോണസും കിട്ടും. ഏജന്റ് ഇവനോട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. സോ പ്ലെയറിന്റെ മനസ്സുകൊണ്ട് ബാർസയാണെങ്കിലും ഏജന്റ് ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. സോ ബാർസലോണയുടെ കാര്യത്തിൽ ഇപ്പോൾ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. സംഭവങ്ങൾ ഈ ഒരു പോക്കാവുമെന്നെങ്കിൽ ഡീൽ ഡൺ ആവും തോന്നുന്നില്ല. ഇപ്പം കൂടുതലും ഡീൽ ഡൺ ആവാതിരിക്കാനാണ് സാധ്യത തോന്നുന്നു. സോ അവിടെ നമ്മൾ നേരെ അടുത്ത അപ്ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ മാർക്ക് കസാഡോയുടെ കാര്യത്തിലാണ്. സോ മാർക്ക് കസാഡോ ബാർസലോണ വിടാനായിട്ടുള്ള സാധ്യത കൂടുതലാണെന്നാണ് ഇപ്പോൾ സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, 50 മില്യൺ യൂറോസിന്റെ ഒരു ഓഫർ വരുവാണെങ്കിൽ കസാഡോനെ ബാർസ സെല്ല് ചെയ്യുമെന്നാണ് കേൾക്കുന്നത്.
പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേൾക്കുന്നു. സോ നിങ്ങൾക്ക് ഇതിലുള്ള ഒപ്പീനിയൻ പറയാം. ഐ തിങ്ക് കസാഡോ സാക്രിഫൈസ് ചെയ്യുന്നത് വോണ്ട് ബി എ ബാഡ് ഡിസിഷൻ. കാരണം നമുക്ക് എല്ലാവരെയും കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗാർഷ്യനെ രജിസ്റ്റർ ചെയ്യണം, നിക്കോ വില്യംസ് ഡീല് പുള്ളി ചെയ്യണം. സോ മേ ബി കസാഡോയുടെ സെയിൽ അതിനെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും സെയിൽസിലോട്ട് പോകേണ്ടി വരും. ഇപ്പം നമുക്ക് നെക്സ്റ്റ് സീസണിൽ മിഡ്ഫീൽഡിൽ പെഡ്രി ഉണ്ട്, ഗ്യാവി ഉണ്ട്, ഫ്രാങ്കി ഡിയോങ് ഉണ്ട്, കസാഡോ ഉണ്ട്, ബെർണാൽ ഉണ്ട്, എറിക് ഗാർഷ്യ ക്യാൻ പ്ലേ ദർ. സോ ഓപ്ഷൻസ് ഉണ്ട്, ഫെർമിൻ ലോപ്പസ് ഉണ്ട്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മേ ബി ബെർണാൽ ഓർ കസാഡോ ഇതിൽ ഒരാളെ വെച്ച് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും ക്ലബിന്റെ പ്ലാൻ. ക്ലബ്ബ് കൂടുതൽ ട്രസ്റ്റ് ചെയ്യുന്നത് ബെർണാലിനെ ആണെന്നാണ് കേൾക്കുന്നത്. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മേ ബി കസാഡോനെ സാക്രിഫൈസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഫെർമിൻ ലോപ്പസിനെയോ മറ്റോ വല്ലോ വിൽക്കേണ്ട സിറ്റുവേഷൻ വരും. പേഴ്സണലി എനിക്ക് ഫെർമിൻ ലോപ്പസിനെ വിൽക്കുന്നതാണ് ഒരു പ്ലാനും ഇല്ല. സോ സെല് ചെയ്യണമെന്നൊരു സിറ്റുവേഷനാണ് ഡെഫിനറ്റ്ലി സെൽ മാർക്ക് കസാഡോ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. സോ ലെറ്റ്സ് എന്താണ് നിങ്ങൾക്ക് ഇതിന് പറയാനുള്ളതെന്ന് പറയാം. അതുപോലെ തന്നെ മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ ഇപ്പം ക്ലബ്ബ് വിടത്തില്ല എന്നുള്ളൊരു ഡിസിഷൻ നിൽക്കുകയാണ്. കാരണം ടോപ്പ് ക്ലബ്ബുകളിലൊന്നും സ്പോട്ട് ഓപ്പൺ അല്ല. നെക്സ്റ്റ് ഇയർ പുള്ളിയുടെ ഫസ്റ്റ് മേജർ ഇന്റർനാഷണൽ ടൂർണമെന്റ് ഫോർ ജർമ്മനി കളിക്കാൻ പോവാണ് ആസ് എ സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പർ ആസ് തിങ് സ്റ്റാൻഡ്. സോ പുള്ളിക്ക് ഡെഫിനറ്റ്ലി ബാർസലോണയിൽ പുള്ളി നിൽക്കാനാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ബട്ട് ജോൺ ഗാർഷ്യയും വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇന്ത്യയിൽ അത് ഭയങ്കര മോശം സിറ്റുവേഷനിലോട്ട് പോകുന്നതാണ് തോന്നുന്നത്. കാരണം മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗന് മിനിറ്റ്സ് കിട്ടിയില്ലെങ്കിൽ നാഗൽസ്മാൻ പുള്ളിനെ കൺസിഡർ ചെയ്യുമെന്നുള്ള ക്വസ്റ്റ്യൻ വരും. സോ പുള്ളി ഇന്റേണലി ഇഷ്ടം പോലെ ഇഷ്യൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങും. സോ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ സാലറീസ് കുറേ ഡെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പുള്ളി അടുത്ത 3 വർഷം കൊണ്ട് 40 മില്യൺ യൂറോസിന് മേളിൽ ബാർസലോണ ലേൺ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ബാർസലോണ പുള്ളിനെ ഫ്രീ ആയിട്ട് വിടാൻ റെഡിയാണ്. അതായത് ഒരു പൈസ പോലും വേണ്ട, ഈ സാലറീസ് ഒന്ന് പോയി കിട്ടിയാൽ മതി, ഫ്രീ ആയിട്ട് വേണമെങ്കിലും പുള്ളിക്ക് പോകാം. ഏതെങ്കിലും ക്ലബ്ബിൽ സൈൻ ചെയ്യുമ്പോൾ സൈനിങ് ഓൺ ബോണസും കിട്ടുമല്ലോ. പക്ഷേ മാർക്ക് ആൻഡ്രേ ടെർ സ്റ്റെഗൻ പോകത്തില്ല. കൂടാതെ മറ്റ് ക്ലബ്ബുകളൊന്നും ഏറ്റെടുക്കാനും റെഡിയല്ല ഇത്ര സാലറീസ്. സോ ബാർസലോണ ഇപ്പോൾ ആ പണപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. സോ അവിടെ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ റോഡ്രിഗോയുടെ കാര്യത്തിലാണ്. സോ റോഡ്രിഗോ ആർസണൽ റിലേറ്റഡ് ലിങ്ക്സ് വീണ്ടും സ്ട്രോങ് ആണ്. റോഡ്രിഗോയുടെ ഫാദറും പുള്ളിയുടെ ഏജന്റ് ഫാദർ തന്നെയാണ് തോന്നുന്നു. പുള്ളി ഭയങ്കര അൺഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം ക്ലബിലെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട് സംസാരിച്ചു എന്നൊക്കെ കേൾക്കുന്നു. സോ അവര് ഇപ്പം റിപ്പോർട്ടുകൾ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്യൂട്ടബിൾ ഓഫർ വന്നാൽ റോഡ്രിഗോയ്ക്ക് ക്ലബ്ബ് ലീവ് ചെയ്യാന്നുള്ള ഒരു ഗ്യാരണ്ടി എങ്ങാണ്ട് കൊടുത്തെന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. സോ ആസ് തിങ് സ്റ്റാൻഡ്സ് റോഡ്രിഗോ റയൽ മാഡ്രിഡ് ക്ലബ് വേൾഡ് കപ്പ് അതിന് നീങ്ങാനായിട്ടുള്ള സാധ്യതയാണ്. ആർസണൽ, ബയൺ മ്യൂണിക്, ലിവർപൂൾ ലിങ്ക്സ് ഭയങ്കര സ്ട്രോങ്ലി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആർസണലിന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഗ്യോക്കറസിന്റെ കാര്യത്തിലാണ്. സോ ഗ്യോക്കറസ് ആർസണലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സെസ്കോ ഡീൽ ആർസണൽ തൽക്കാലം ഓഫ് എന്നാണ് കേൾക്കുന്നത്. ഗ്യോക്കറസ് ആണ് ആർസണലിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. പേഴ്സണൽ ടൈംസ് അഗ്രീഡ് ആണ്. ഇഷ്യൂ പ്രൈസ് ആണ്. ആർസണലിൽ 90 മില്യൺ പേ ചെയ്തില്ല, അവർ 760 + 10 മില്യൺ അതിന് മേളിൽ പേ ചെയ്തില്ല എന്നാണ് കേൾക്കുന്നത്. സോ ആ കാര്യം സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ എസ്ഐയും ആർസണലാണ് ചൂസ് ചെയ്തെന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. എസ് എക്ക് വേണ്ടി ഇപ്പോൾ ആർസണൽ 68 മില്യൺ പൗണ്ട്സ് ആണ് റിലീസ് ക്ലോസ്, അത് പേ ചെയ്യാൻ റെഡിയാണെന്ന് കേൾക്കുന്നു. സോ ഓൾറെഡി ടോട്ടനാമും ബയൺ മ്യൂണിക്കൊക്കെ തരത്തിൽ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ബട്ട് പ്ലെയർ ഹാസ് ചൂസൻ ആർസണൽ എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കേൾക്കുന്നത്. അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മൊസ്കേറയുടെ കാര്യം. പ്ലെയർ ആർസണൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. വലൻസിയയുടെ കോൺട്രാക്ട് റിന്യൂവൽ ടോക്സ് എല്ലാം റിജക്ട് ചെയ്തു. സോ അതുപോലെ തന്നെ മാഗ്നസ് അക്ലിയോച്ച എന്ന് പറയുന്ന മൊണോക്കോയുടെ വിങ്ങർ, എക്സൈറ്റിംഗ് ആയിട്ടുള്ള 19 വയസ്സുകാരനായ വിങ്ങർ, താരത്തിന് 60 മില്യൺ യൂറോസ് ഗ്യാരണ്ടീഡ് അല്ല ഒരു 70 മില്യൺ യൂറോസിന്റെ പാക്കേജാണ് മൊണോക്കോ ഡിമാൻഡ് ചെയ്തെന്ന് കേട്ടു. ആർസണലുമായിട്ട് താരം വളരെ ക്ലോസ് ആണ്. ഒരു പേഴ്സണൽ ടൈംസ് അഗ്രി ചെയ്യുന്ന കാര്യത്തിൽ നിന്നാണ് ലേക്കിപ്പൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ആർസണൽ മൊണോക്കോയുടെ ഡിമാൻഡിങ് പ്രൈസ് പേ ചെയ്യാൻ റെഡിയാണെന്ന് കേൾക്കുന്നു. പക്ഷേ റോഡ്രിഗോ അവൈലബിൾ ആവുകയാണെങ്കിൽ ഈ മാഗ്നസ് അക്ലിയോച്ച് SIDയിലോട്ടൊക്കെ ആർസണലിൽ പോകുമോ നമുക്കറിയത്തില്ല. എന്തായാലും റോഡ്രിഗോ ഓൾമോസ്റ്റ് ഒരു 100 മില്യൺ, എന്തായാലും ഒരു 80 മില്യൺ പ്ലസ് ഗ്യാരണ്ടീഡ് ആയിട്ടാവും. സോ ലെറ്റ്സ് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. മറ്റ് ട്രാൻസ്ഫർ ലോകത്തെ അപ്ഡേറ്റുകൾ കുറച്ചൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ സംസാരിക്കാം. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.